ഹലോ! ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് നല്ല ബിസിയാണ് കേട്ടോ. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിന് ജിമ്മിൽ പോകാൻ വേണ്ടി റെഡിയായി. ഒരു 12:15 ഒരു ബസ്സുണ്ട്. അപ്പോൾ അതിലാണ് പോണത്. പെട്ടെന്ന് റെഡിയായി പോട്ടെ. സമയം ഇപ്പോൾ ഒരുപാടായി. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഈ രാവിലെ എഡിറ്റിംഗ് എന്നുള്ളത് ഇന്ന് മാറ്റണം. കാരണം ഈ 1-2 ആഴ്ച കുറച്ച് ബിസിയാണ്. നിങ്ങൾക്ക് ഇനി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്താ കാര്യം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ചടപടേന്ന് റെഡിയായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ജിമ്മിൽ പോകണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഓട്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഇറങ്ങും. വെള്ളം ബോട്ടിൽ എടുത്തില്ല. കുറേ ദിവസമായിട്ട് ബോട്ടിലൊന്നും എടുക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം പുതിയ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രീൻ ഡസ്റ്റ്ബിൻ വെക്കുന്ന ദിവസമാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്, പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. രാവിലെ കുറച്ചുകൂടെ നല്ല ഇതായിരുന്നു. 2 ദിവസമായി ജിമ്മിൽ പോയിട്ട്. സാറ്റർഡേ സൺഡേ ഒന്നും പോയില്ല. മൺഡേ പോയിട്ടില്ല. ഗ്യാപ്പ് വീണ് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് പോകാൻ. നല്ല വെയിലടിക്കുന്നുണ്ട്. വെയിലത്തോട്ട് വരുമ്പോൾ നല്ല സുഖം കേട്ടോ. പക്ഷെ അല്ലാതെ കാറ്റടിക്കുമ്പോൾ തണുക്കുന്നുമുണ്ട്. ഇനി വന്നിട്ട് കുറേ ജോലികളുണ്ട്. ഞാൻ ഓടിപ്പിടിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തി കേട്ടോ. എന്തായാലും ബസ് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജിമ്മിൽ നമ്മൾക്ക് ഇതുപോലെ സേഫായിട്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ലോക്കർ സംവിധാനം ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് നേരെ ഇനിയിപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ വരുമെന്ന് വിചാരിച്ചല്ല കേട്ടോ. പിന്നെ എന്തോ മനസ്സിൽ ഭയങ്കര ഒരു വിഷമം ചെയ്യാതിരിക്കുമ്പോൾ. അപ്പം പിന്നെ എന്തായാലും ഇന്ന് പോയിട്ട് ബാക്കി കാര്യം നോക്കാം. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. 2-3 ദിവസം പോകാത്തതുകൊണ്ടാണ് തോന്നുന്നു നല്ല ഒരു ക്ഷീണം. കുഴപ്പമില്ല. നേരെ വീട്ടിലേക്ക് നല്ല വിശക്കൊന്ന് പോയി എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ബസ് കയറി ഇപ്പോൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സീറ്റിൻ്റെ അടുത്തൊരു ഇതുപോലെ ഒരു സ്റ്റോപ്പ് ബട്ടൺ കാണും കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റോപ്പിൽ അവർ നിർത്തും. അങ്ങനെ വീട്ടിൽ വന്നിട്ട് രാവിലത്തെ ഡസ്റ്റ്ബിനൊക്കെ വെളിയിലിരിപ്പുണ്ടായിരുന്നു. അതിനെയൊക്കെ എടുത്ത് ഉള്ളിലേക്ക് വെച്ചു. അങ്ങനെ വീട്ടിലെത്തി. നല്ല വിശക്കുന്നുണ്ട്. ഫസ്റ്റ് പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് വല്ലതും ഉണ്ടാക്കാം. ചപ്പാത്തി ഇരിപ്പുണ്ട് ഇന്നലത്തെ. അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും മുട്ടയും കൂടെ കഴിക്കാം. പെട്ടെന്ന് പോയി ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം. അപ്പം ഇനി വല്ലതും ഉണ്ടാക്കട്ടെ. ചടപടേ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇത് ഈയിടെ ആഫ്റ്ററിൽ നിന്ന് വാങ്ങിച്ചത്. ഓഫർ പ്രൈസിലിരുന്നതാട്ടോ. അപ്പം വാങ്ങിച്ചത്. വാശിക്കുട്ടി അതിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത്ര വെള്ളമെങ്കിലും കുടിക്കണമെന്നുണ്ടോ? 1.5 ലിറ്റർ. പക്ഷെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. പതുക്കെ തുടങ്ങണം. വെള്ളം കൂടി വളരെ കുറവാണ്. ഇനിയിപ്പോൾ സമ്മറാണല്ലോ. ഇനിയിപ്പോൾ താനേ കുടിച്ചോളൂ. ഇന്നലത്തെ ചപ്പാത്തി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എഗ് റോളാക്കാമെന്ന്. റോളൊന്നും ആക്കുന്നില്ല. ഇത് ഞാൻ മുട്ടയിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കും ഒക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചപ്പാത്തി കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡിയായി. അതെന്താണെന്നറിയാമോ? തൈരിനകത്ത് പഴം അരിഞ്ഞിട്ടാണ് കേട്ടോ. എന്തോ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന്. വിവാഹക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് ഓർത്തത് ഇത് വിറ്റാമിൻ ഡി കഴിച്ചിട്ടില്ലെന്ന്. അങ്ങനെ വിറ്റാമിൻ ഡി കൊടുക്കുകയാണ്. ഇവിടെ പിള്ളേർക്ക് ജെല്ലി പോലാണ് കേട്ടോ. അത് ചുമ്മാ വായിലിട്ട് ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സാധാരണ ടാബ്ലറ്റ് പോലെ വെള്ളം ഒഴിച്ച് കുടിക്കുകയൊന്നും വേണ്ട. അപ്പോഴത്തേന് വർഷക്കുട്ടി എത്തി. ഞാൻ അടുക്കളയിൽ നിൽക്കുന്നത് കേട്ടോ. നേരെ വന്നാൽ ഞാൻ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം അത് പറഞ്ഞു എനിക്ക് പോപ്കോൺ ഉണ്ടാക്കി തരുമോ എന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ്. വേറെ ഒന്നും എനിക്ക് മൈൻഡിലൊന്നും വന്നില്ല. അങ്ങനെ ഞാൻ പോപ്കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ബട്ടർ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഈ പോപ്കോൺ അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കഴിയുമ്പോൾ പടപടാന്ന് ചെറുതീയിൽ വെച്ച് വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോഴത്തേന് പോപ്കോൺ റെഡിയാവും. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡിന്നറിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ പോണേ. സൂപ്പാണ് കേട്ടോ. എനിക്ക് കുറേ ജോലിയും കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്തൊക്കെ പരിപാടികൾ ചെയ്യാമോ അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വർഷക്കുട്ടി വന്ന് പറഞ്ഞു തിയേറ്ററിൽ കിട്ടുന്ന അതേപോലത്തെ പോപ്കോൺ വേണമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കഴിക്കണം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ക്യാരമൽ പോപ്കോൺ വേണം, അത് വേണം, ഇത് വേണം, എന്തൊക്കെയോ ഡിമാൻഡ് പറയുമ്പോൾ അതൊന്നും നടക്കില്ല. നമുക്ക് പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇത് നമുക്ക് സൂപ്പിൻ്റെ പരിപാടി നോക്കിയാലോ. അപ്പോൾ ഞാൻ ആദ്യം ഇടിച്ചെടുത്തത് മല്ലി, കുരുമുളക്, പെരുംജീരകം കൂടാണ് കേട്ടോ. ഇനി കുക്കറിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. പിന്നെ ഒരു തക്കാളി, പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവണം കേട്ടോ. വെന്തതിന് ശേഷം ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട്
ഇനി ഒരു 3-4 വിസിലടുപ്പിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ സൂപ്പ് റെഡിയാവും. അപ്പോൾ അതാണ് ഡിന്നർ. അപ്പോൾ അത് ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് ഈ പരിപാടിയിലേക്ക് വരുന്നത്. എന്താ കാര്യമെന്ന് അറിയാം, ഞങ്ങൾ വീട് മാറുകയാണ് കേട്ടോ. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പാക്ക് ചെയ്യുകയാണ്. ഈ പാക്കിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെയൊക്കെ പാക്ക് ചെയ്തു. ഇന്നിപ്പോൾ ഏട്ടൻ്റെ എടുത്ത് വെച്ച് പാക്ക് ചെയ്യണം. ഓരോരുത്തരുടെയും ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ പെട്ടികളിലായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. കാരണം എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി നമ്മൾ എടുക്കുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പാക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള കാര്യം. കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുമ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ എടുക്കും തോറും എന്താ പറയുക, എന്തോ ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെയാണ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ പിന്നെ പോയി ഒരു ഷേക്കൊക്കെ അടിച്ച് കുടിച്ചു. ഭയങ്കര ക്ഷീണം. അത് ഒരേ കാര്യം തന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തലയിൽ കൂടെ എന്തൊക്കെയോ ഓടുന്ന പോലൊക്കെ തോന്നും. ഭയങ്കര സ്ട്രെസ്സാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം തുണി മടക്കും, അതിന് ശേഷം വേറെ എന്തെങ്കിലും ചെയ്യും. അപ്പോഴാണ് കുറേ മാലയും കമ്മലൊക്കെ ഇരിക്കുന്നതായിട്ട്. ഇത് വാശിക്കുട്ടി ഡാൻസിൻ്റെ ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്തോരാണ് എടുത്തോണ്ട് വന്നതെന്ന് അറിയത്തില്ല. ഇതുപോലെ ചെറിയ ചെറിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കമ്മലുകളൊക്കെ. ഇതിൽ പല കമ്മലുകളൊന്നും ഇടാറേ ഇല്ല. എന്നാലും അതിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരു കുഞ്ഞു പെട്ടിയിലാക്കി വെച്ചു. പിന്നെ വാശിക്കുട്ടിയുടെ റൂമിൽ കുറേ സീരിയൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് ഇളക്കിയെടുത്തു. എവിടെ തിരിഞ്ഞ് നോക്കിയാലും എടുക്കാനുള്ളതും കളയാനൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസിന് മേടിച്ചൊരു ട്രീ. പക്ഷേ ആ പോട്ട് കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മണ്ണൊക്കെ എടുത്തിട്ട് വേറെ എന്തെങ്കിലും അത് നട്ട് വെക്കണം. അപ്പോഴാണ് മണി പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മണി പ്ലാന്റിന് 2 ആയിട്ട് മുറിച്ചിട്ട് അതിൽ വെച്ച് കൊടുത്തതാണ്. ഒരു ഭംഗിയില്ലേ, നല്ല പോട്ടല്ലേ കാണാൻ. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ അധികം വെള്ളമൊന്നും ആവശ്യമില്ല, ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ വേണ്ടാത്ത ഇലകളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ കുറച്ചെല്ലാം ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോണത്, എങ്ങോട്ടാണ് പോണതെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇന്നത്തെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് സമയം 7 മണിയായി. അപ്പോൾ എല്ലാവർക്കും സൂപ്പൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.